ചരക്ക് വാഹനങ്ങളും ടിപ്പർ ലോറികളും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന വാർത്തകളെ തുടർന്ന് വ്യാപക പരിശോധനയുമായി ജില്ലാ എൻഫോഴ്സ്മെന്റ് വിഭാഗം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 200ഓളം വാഹനങ്ങൾക്കെതിരെ കേസെടുത്ത് പിഴ ഈടാക്കി. 9,60,000 രൂപയാണ് പിഴ ഈടാക്കിയത്. മലബാർ ടൈംസ് ന്യൂസ് ഇംപാക്ട്. പീസ് പബ്ലിക് സ്കൂൾ കോട്ടക്കൽ, നർച്ചറിംഗ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ടിപ്പർ ലോറികളും ഗുഡ്സ് ഓട്ടോകളും അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. വിവിധ അപകടങ്ങളിൽ മരണങ്ങളടക്കം മലബാർ ടൈംസ് റിപ്പോർട്ട് ചെയ്തതോടെ RDO PA നസീറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. തിരൂർ, പൊന്നാനി, തിരൂരങ്ങാടി, നിലമ്പൂർ, പെരിന്തൽമണ്ണ, ഏറനാട്, കൊണ്ടോട്ടി താലൂക്കുകൾ കേന്ദ്രീകരിച്ച് സ്ക്വാഡുകൾ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ടാക്സ് അടക്കാതെയും ഫിറ്റ്നസ് ഇല്ലാതെയും സർവീസ് നടത്തിയ 130ഓളം വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. സ്കൂൾ സമയങ്ങളിൽ അനുവദിച്ച സമയം ലംഘിച്ച് സർവീസ് നടത്തിയ ടിപ്പർ ലോറികളും ഇൻഷുറൻസ് ഇല്ലാതെ സർവീസ് നടത്തിയ 70ഓളം വാഹനങ്ങളും പരിശോധനയിൽ കുടുങ്ങി. ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു. 483 ഉടമകൾക്കെതിരെയാണ് ഇത്തരത്തിൽ കേസെടുത്തത്. 9,60,000 രൂപ പിഴയും ഈടാക്കി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജയചന്ദ്രൻ, അരുൺ, അസൈനാർ, പ്രമോദ് ശങ്കർ, വിനോയ് കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സലീഷ്, മനോഹരൻ, രാജേഷ്, അജീഷ്, അബ്ദുൽ കരീം, ഷൂജ മാട്ടട, വിഷ്ണു വിജയ്, അബിൻ ചാക്കോ, വിജീഷ്, പ്രേംകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ചരക്ക് വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ആഴ്ച മുഴുവൻ ജില്ലയിലാകെ പരിശോധന കർശനമാക്കാനാണ് എൻഫോഴ്സ്മെന്റിന്റെ തീരുമാനം. മലബാർ ടൈംസ്, മലപ്പുറം.